ഇതിൽ അദ്ദേഹം പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും നേതാക്കന്മാരിൽ നിന്നൊക്കെ കേട്ടതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതിനപ്പുറത്തേക്ക് എന്താണ്? BJPയെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ സാധ്യതയുള്ളൂ എന്നൊരു കാര്യം. പക്ഷേ അങ്ങനെയെങ്കിൽ പിന്നെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇത്ര പ്രചണ്ഡ പ്രചാരണം അവിടെ നടത്തിയത് എന്തിനാണ്? അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് BJPക്ക് എന്നുണ്ടെങ്കിൽ, എ ക്ലാസ് മണ്ഡലമൊക്കെയാണ്, പക്ഷേ ഇത് ഉപതെരഞ്ഞെടുപ്പല്ലേ എന്നുള്ള ആ ന്യായം എത്രത്തോളം ലോജിക്കലാണ് ശ്രീജിത്ത് പണിക്കർ? മറ്റൊന്നിപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് BJPയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇവരുടെ ഈ പ്രചാരണം ഒന്നും ഫലവത്തായില്ല, അതെല്ലാം പൊളിഞ്ഞു പോയി എന്നല്ലേ പറയുന്നത്. RSS ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കല്ലേ മറുപടി കണ്ടെത്തേണ്ടത്? തീർച്ചയായിട്ടും അനുജ ഈ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഭാഗത്ത് നല്ല രീതിയിലത്തേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടുണ്ട് എന്നും വീട് വീടാന്തരം പല റൗണ്ടുകൾ കയറി ഇറങ്ങി BJPയുടെയും RSSന്റെയും പ്രവർത്തകരെല്ലാം തന്നെ വോട്ട് ക്യാൻവാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നും BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ എങ്ങനെയാണോ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും BJPയുടെ സംഘടനാ പ്രവർത്തനവും തൃശ്ശൂരിൽ വോട്ടായി മാറിയത്, അതിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ഘടകം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം പാർട്ടിക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം എല്ലാ മേഖലകളിലും, നഗരമേഖലയായിക്കോട്ടെ, പഞ്ചായത്തുകളായിക്കോട്ടെ, BJPക്ക് വോട്ട് സാധാരണ കിട്ടുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, കിട്ടാത്ത സ്ഥലങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം പല റൗണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി പരമാവധി ആൾക്കാരെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് കണ്ട് കൂടുതലായിട്ടുള്ള കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ വിട്ടുപോയതിനു ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭാഗം ഈസ് ടേക്കൺ കെയർ ഓഫ്. പിന്നെ ബാക്കിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയാണ്. ഞാൻ പറഞ്ഞതിനെ ശ്രീ ഷാബു പ്രസാദ് ഒരല്പം തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം എങ്ങനെയാണ് പോയിന്റ് കൺസിഡർ ചെയ്തത് എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ശ്രീധരന്റെ അത്രയും വ്യക്തിപ്രഭാവം എനിക്കില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, ഇവിടെ പാർട്ടിയുടെ പരമാവധി ബേസ് വോട്ടുകളാണ് അത് സമാഹരിച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ BJPയുടെ അണ്ടർസ്റ്റാൻഡിങ്, അവിടെ BJPയുടെ പരമ്പരാഗതമായിട്ട് ചുരുങ്ങിയത് 2016 മുതൽ കഴിഞ്ഞ 8 വർഷങ്ങളിലുള്ള പരമാവധി ബേസ് വോട്ട് എന്ന് പറയുന്നത് 40,000 ആണ്. 40,000 വോട്ട് പാലക്കാട്ട് കിട്ടുക എന്ന് പറയുന്നത് വിന്നബിൾ ആണോ, നിങ്ങൾക്കൊരു വിജയത്തിനുള്ള സാധ്യത നൽകുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. എങ്കിൽ പിന്നെ 2021 കൂടുതൽ പ്രസക്തമാവുകയാണ്. അന്നേരം എന്തായിരുന്നു തന്നത്? ശ്രീ C കൃഷ്ണകുമാറിന്റെ തന്നെ വാക്കുകളിൽ, രാഷ്ട്രീയതരമായിട്ടുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, വളരെ വലിയ വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥി, പേഴ്സണൽ വോട്ട് കിട്ടാനുള്ള ഒരു സ്ഥാനാർത്ഥി, അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ BJP 50,000 വോട്ടിന് മുകളിലേക്ക് പോവുകയും വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ ചെയ്യൂ എന്ന് പറഞ്ഞത് BJP സ്ഥാനാർത്ഥിയാണ്. എന്ന് വെച്ചാൽ തന്നെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ബേസ് വോട്ട് മാത്രം സമാഹരിക്കാൻ കഴിയും. തന്നെ പോലെ ഒരാളല്ല. പക്ഷെ എന്റെ ഒരു സംശയം ശ്രീജിത്ത് പണിക്കർ, ഈ ബേസ് വോട്ട് തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 39,000 ശിഷ്ടം വോട്ടല്ലേ കിട്ടിയത്? അല്ല, അതിലൊരു വലിയ കാര്യമുണ്ട്. അതായത് നമ്മൾ പറയുന്നത് 8 വർഷം തൊട്ട് തന്നെ, അതായത് 2016 മുതൽ 40,000 വോട്ടാണ് BJPക്ക് പാലക്കാട്ടുള്ളത്, അത് മാത്രമാണ് അവിടുത്തെ ബേസ് വോട്ട് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ദശകത്തോളമായിട്ട് ഈ പാർട്ടി വളർന്നിട്ടില്ല എന്ന് കൺസീഡ് ചെയ്യുന്നതിന് തുല്യമാണത്. കാരണം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ആനുപാതികമായിട്ടെങ്കിലും അതിലൊരു വളർച്ച ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഒരു ഓർഗാനിക് ഗ്രോത്ത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല 2016 തന്നെ ഞങ്ങളുടെ വളർച്ച ഇവിടെ സ്റ്റാഗ്നന്റ് ആയതാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ പിന്നീട് ഈ സംഘടനാ പ്രവർത്തനം എന്തിനാണ്? പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തായാലും ബേസ് വോട്ട് എന്ന് പറയുന്നത് കിട്ടും. ആരും എന്ന് ക്യാമ്പയിൻ ചെയ്താലും ഇല്ലെങ്കിലും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടും. പിന്നെ എന്തിനാണ് ഒരു മാസത്തോളം സംസ്ഥാന അധ്യക്ഷൻ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമില്ലേ? അപ്പൊ ഈ ബേസ് വോട്ട് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അവിടെയാണ് ഇവർ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നത്. പക്ഷെ അത് എത്രത്തോളം BJPയെ പോലെയൊക്കെ ഈ കേരളം പിടിക്കാനിരിക്കുന്ന പാർട്ടിയാണ്, അത് അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് BJP ഇരിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്.